ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും സിമ്പിൾ ഇൻഫോയുടെ സാം ഡെവലപ്പിംഗിൻ്റെ മൂന്നാമത്തെ പാർട്ടിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ DC കൺട്ര സെറ്റ് ചെയ്യുന്നതിൻ്റെ ട്യൂട്ടോറിയലായിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് മുമ്പായിട്ട് ഗായ്സ്, ഞാൻ എൻ്റെ ഒരു സാം ഡെവലപ്പിംഗിൻ്റെ ഒരു ഡിസ്കോഡ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, അതിനകത്ത് ഞാൻ എൻ്റെ സാം ഡെവലപ്പിംഗിൻ്റെ വീഡിയോസും കാര്യങ്ങളെല്ലാം ഞാൻ ഫ്രീ ആയിട്ട് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും എൻ്റെ ഡിസ്കോഡ് സെർവറിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, എൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ടേക്ക് കിടക്കാം. സോ ഗൈസ്, അടുത്ത് നമ്മൾ സെറ്റാക്കാൻ പോകുന്നത് DC കൺട്രാണ്. അതിനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഗൂഗിൾ എടുക്കുക. ഗൂഗിൾ എടുത്തിട്ട് ഡിസ്കോഡ് ഡെവലപ്പർ പോർട്ടലുണ്ട്, ഡിസ്കോഡ് ഡെവലപ്പർ പോർട്ടൽ എടുക്കുക. എന്നിട്ട് ഫസ്റ്റ് ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ആപ്ലിക്കേഷൻസ് ഉണ്ട്, ഇവിടെ നിങ്ങൾ ന്യൂ ആപ്ലിക്കേഷൻസ് എന്ന് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഞാൻ ഇവിടെ എന്താണ് ടെസ്റ്റ് എന്ന് പറഞ്ഞ് കൊടുക്കാം, ടെസ്റ്റ്. ഓക്കെ, എന്നിട്ട് ഇതൊന്ന് ജസ്റ്റ് ടിക്കും കൂടി ചെയ്ത് കൊടുക്കുക. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ ബോട്ട് ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇൻസ്റ്റാളേഷൻ ഉണ്ട്. ഇവിടെ നിങ്ങൾക്ക് ഇൻസ്റ്റാളിങ് ഇതൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. ഇവിടെ OAuth2ൻ്റെ അവിടെ ബോട്ട് അഡ്മിനിസ്ട്രേറ്റർ. അപ്പോൾ ഈ ഒരു ലിങ്ക് വെച്ചാണ് നമ്മളെ ബോട്ടിനെ നമ്മളെ സെർവറിലോട്ട് ആഡ് ആക്കുന്നത്. അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു സെർവർ ക്രിയേറ്റ് ആക്കണം. അപ്പോൾ അതിനായിട്ട് ഇപ്പോൾ ഞാൻ ഫോർ മീ ആൻഡ് മൈ ഫ്രണ്ട്സ് സെർവറിൻ്റെ പേര് ഞാൻ ഇപ്പോൾ ഒരു DC കണക്ടർ ടെസ്റ്റ് DC കണക്ടർ എന്ന് ഞാൻ കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ക്രിയേറ്റ് ആക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ ചാനൽ ഞാൻ ഡിലീറ്റ് ആക്കുകയാണ്. ചാനലിലേക്ക് ഇരുന്നോട്ടെ, കുഴപ്പമില്ല. അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ ബോട്ടിൻ്റെ ഓപ്ഷൻ ഉണ്ട്. ബോട്ട് ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് പ്രസൻസ് ഇൻറ്റൻറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടുത്തെ ഈ 3 ഓപ്ഷന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് എനേബിൾ ആക്കി ഇടുക. ഓക്കെ, എന്നിട്ട് സേവ് ചേഞ്ചസ്. എന്നിട്ട് OAuth2 വെച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതിനു മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ, നമ്മുടെ ഫയൽസ് എടുത്തിട്ട് സെർവർ CFG ഉണ്ട്, സെർവർ CFG. അവിടെ നമ്മൾ ഈ ബോട്ടിൻ്റെ ടോക്കൺ എടുത്ത് കൊടുക്കുക. കണ്ടോ, ഇവിടെ നമ്മൾ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ബോട്ട് ടോക്കൺ കിടപ്പുണ്ട്, അത് നമ്മൾ കൊടുക്കണം. അതെന്ന് പറയുമ്പം ഇവിടെ ബോട്ട് ക്ലിക്ക് ചെയ്യുമ്പം ഇവിടെ റീസെറ്റ് ടോക്കൺ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് ടോക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് do it. ഇവിടെ നിങ്ങൾ അക്കൗണ്ടിൻ്റെ പാസ്വേഡ് അടിച്ചു കൊടുക്കുക. ഓക്കെ, ഇവിടെ ഞാൻ പാസ്വേഡ് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിൻ്റെ ടോക്കൺ. ഇത് കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇവിടെ കൊടുത്തിരിക്കുന്ന ടോക്കനെ മാറ്റിയിട്ട് ഈ ടോക്കൺ കൊടുക്കുക. എന്നിട്ട് സേവ് കണ്ടന്റ് സേവ് ചെയ്താൽ മതി. എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ബോട്ടിനെ ആ സെർവറിലോട്ട് ആഡ് ആക്കണം. കാണിച്ചു തരാം. ഇവിടെ OAuth2 എടുത്തിട്ട് ബോട്ട് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അഡ്മിനിസ്ട്രേറ്റർ ഫുൾ പെർമിഷൻ കൊടുക്കുക. ഓക്കെ, ഇതിനെ കോപ്പി ചെയ്തിട്ട് ഇവിടെ പേസ്റ്റ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് സെർവർ സെലക്ട് ചെയ്യാൻ പറയും. ഓക്കെ, ഇതാ നമ്മുടെ ടെസ്റ്റ് DC കൺട്ര ഉണ്ട്, അത് ക്ലിക്ക് ആക്കുക. എന്നിട്ട് കണ്ടിന്യൂ ഓതറൈസ് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ ബോട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടെ ചെല്ലുക. നമ്മുടെ ഒപ്റ്റിക് എടുത്തിട്ട് കൺസോൾ ക്ലിക്ക് ചെയ്യുക, സ്റ്റോപ്പ് കൊടുത്ത് കില്ല് സ്റ്റാർട്ട്, ഒന്നുകൂടി സ്റ്റാർട്ട് ആക്കുക. അപ്പോൾ നമ്മുടെ ബോട്ട് അപ്പാവും. ഓക്കെ, അപ്പോൾ റണ്ണിങ് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കണ്ടോ, നിങ്ങൾക്ക് ഇവിടെ കാണാവുന്ന പോലെ തന്നെ ബോട്ട് ഓൺലൈൻ ആയിട്ടുണ്ട്. ഇനി അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ഗെയിം മോഡ് എടുക്കണം. ഓക്കെ, ഗെയിം മോഡ് ഈ ഒരു PW നമ്മൾ എടുക്കുക. അത് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ഓൾറെഡി. ഗെയിം മോഡ് NXRP.PW. ഇത് നിങ്ങളെ വിഷ്വൽ സ്റ്റുഡിയോ ഒക്കെ ഉണ്ടെങ്കിൽ നൈസ് ആയിരിക്കും, അല്ലാതെയും വേണമെങ്കിൽ ചെയ്യാം. ഇപ്പം ഞാൻ പൗണയിലാണ് ചെയ്ത് കാണിക്കുന്നത്. ഓക്കെ അമർത്തുക. എന്നിട്ട് ഇവിടെ ഓപ്പൺ സാമ്പിൾ സ്ക്രിപ്റ്റ് ഫയല്, പെയ്ഡ് സ്ക്രിപ്റ്റ്, ഗെയിം മോഡ് NXRP. ഓക്കെ, ഇനി അടുത്ത് എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫൈൻഡിൻ്റെ ഓപ്ഷൻ ഉണ്ട്. കേട്ടോ, ഫൈൻഡിൻ്റെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് DCC എന്ന് സെർച്ച് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ കുറച്ച് പോകുമ്പോൾ കേട്ടോ, DCC ചാനൽ ലോഗ് ഇതൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ്. കണ്ടോ, ഇവിടെയാണ് നമ്മുടെ DCC സെറ്റ് ആക്കുന്നത്. ഓക്കെ, DCC എന്ന് ഉദ്ദേശിക്കുന്ന ഡിസ്കോഡ് കണക്ടർ എന്നാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് ഫസ്റ്റ് ലോഗ് എന്ന് പറഞ്ഞൊരു ചാനൽ ക്രിയേറ്റ് ആക്കണം. അതായത് നമ്മുടെ ഡിസ്കോഡ് എടുത്തിട്ട് ക്രിയേറ്റ് ചാനലിൽ ഇവിടെ ലോഗ്സ്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങളെ യൂസർ സെറ്റിങ്സ് എടുത്തിട്ട്
അഡ്വാൻസിൻ്റെ ഇവിടെ ഡെവലപ്പർ മോഡ് ഓൺ ആക്കി ഇടുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരു ചാനൽ ഐ ഡി കിട്ടും. രണ്ടെണ്ണം അറിയാതെ ക്രിയേറ്റ് ആക്കി കൊടുത്തുപോയി. അതിപ്പോൾ സീനില്ല, നമുക്ക് അതിനെ സെർവർ ലോക്കിലോട്ടാക്കാം. ഇതിനെ എഡിറ്റ് ചാനൽ കൊടുത്ത് നല്ല ചാനൽ നെയിം മാറ്റി കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സെർവർ ലോഗ്. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ലോഗ്സിനെ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ചാനൽ ഐ ഡി, എന്നിട്ട് ലോഗ്സിൻ്റെ ഇവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതേപോലെ തന്നെ സെർവർ ലോഗിന് കോപ്പി ചാനൽ ഐ ഡി ചെയ്യുക, എന്നിട്ട് സെർവർ ലോഗ് കൊടുക്കുക. അടുത്തിനി നമ്മൾ ചെയ്യാൻ പോണ MySQL എറർ എന്ന് പറഞ്ഞിട്ടും ഒരു ചാനൽ ക്രിയേറ്റ് ആക്കുക. അറിയാതെ 2 ചാനൽ ക്രിയേറ്റ് ആക്കിയതാണ്, സോറി ഗൈസ്. അപ്പോൾ എൻ്റെ ചാനൽ ഐ ഡി കോപ്പി ചെയ്യുക, ഇവിടെ കൊണ്ടുവരിക, പേസ്റ്റ് ആക്കുക. അടുത്ത DC ലോഗ്സ് എഡിറ്റ് ചാനൽ. ഓക്കെ, DC ലോഗ് കോപ്പി ചാനൽ ഐ ഡി, എന്നിട്ട് നിങ്ങൾ സേവ് ആക്കുക. ഓക്കെ, ഇനിയിപ്പം മറ്റേതൊക്കെ കൊടുക്കുകയാണ് ഗൈസ്. ഇങ്ങനെ തന്നെ നിങ്ങൾ ഓരോ ചാനലിൽ ക്രിയേറ്റ് ആക്കുക, എന്നിട്ട് അതിൻ്റെ ചാനൽ ഐ ഡി കോപ്പി ചെയ്യുക, ഇവിടോട്ട് പേസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ഈ ഒരു ഗെയിം ലോഗോ എടുത്തെങ്കിൽ അടുത്ത സെർവർ ലോഗോ ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ചാനൽ ഐ ഡി കോപ്പി ചെയ്ത് അങ്ങനെ ഓരോന്നിൻ്റെ താഴെയിട്ട് ഓരോന്നായിട്ട് കൊടുക്കുക. ഓക്കെ, അതിൽ സ്ക്രിപ്റ്റ് കൊടുത്തിരിക്കുന്നതിലൊക്കെ നിങ്ങൾ ചാനൽ ഐ ഡി മാറ്റി കൊടുക്കുക. ഓക്കെ, ഇനി അടുത്ത എന്തെന്ന് വെച്ചാൽ ഒരു CMDS എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ കൊടുക്കണം. ഇത് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ഇവിടെയാണ് നമ്മൾ വൈറ്റ് ലിസ്റ്റിൻ്റെ കാര്യങ്ങളെല്ലാം സെറ്റ് ആക്കുന്നത്. ചാനൽ ഐ ഡി കോപ്പി ചെയ്തിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ CMD ലോഗ്സും CMDS എന്ന് പറയുന്ന രണ്ടും നമ്മളെടുത്ത് ഒരു ചാനൽ ഐ ഡി തന്നെ കൊടുക്കുക. ഓക്കെ, ഒരു ചാനൽ ഐ ഡി തന്നെ കൊടുത്തിട്ട് കമ്പൈൽ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമ്മളെ കമ്പൈൽ ആയിട്ടുണ്ട്. ഗെയിം മോഡിനകത്ത് NXRPയുടെ AMX ഡിലീറ്റ് ആക്കിയിട്ട് ഇപ്പം നമ്മൾ കമ്പൈൽ ചെയ്ത് AMX എടുത്തിടുക. ഓക്കെ, സ്ക്രിപ്റ്റ് AMX. ഓക്കെ, എന്നിട്ട് അടുത്ത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ കൺസോളിൻ്റെ ഇവിടെ സ്റ്റോപ്പ് ഒന്ന് സ്റ്റാർട്ട് ആക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ സെർവർ റൺ ആയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇവിടെ CMDSലെ കമാൻഡും കാര്യങ്ങളും എല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. ലോഗ്, ഇവിടെ ക്ലിയർ മൈ സ്ക്രീന്, ക്രോസാംസ് കാര്യങ്ങളെല്ലാം, പിന്നെ ലോഗ്സിൻ്റെ ഇവിടെ തന്നെ ഹണ്ടി, സൂപ്പർ GT അതൊക്കെ സ്പോണാക്കി. പിന്നെ കുറച്ച് നേരം ഗെയിമിനകത്ത് മൊത്തം ടെസ്റ്റിംഗ് ആയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടുത്തെ കമാൻഡ്സും കാര്യങ്ങളെല്ലാം ഇവിടെ വർക്കിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ DC കൺട്രോൾ സെറ്റ് ആക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. എന്തെങ്കിലും ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ കമൻറ്റോ അല്ലെങ്കിൽ എൻ്റെ ഡിസ്കോഡിലോ വന്ന് തന്നെ മെൻഷൻ ആക്കിയാൽ മതി, ഞാൻ റിപ്ലൈ തരുന്നത്.